ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് നമ്മൾ കേൾപ്പാടിയായിട്ടുണ്ട്. 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്തിയത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരം പറയാനുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ട് ഇന്ന് നമ്മൾ കേട്ടു. മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയാനായി 40 വർഷം. എന്താ? ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ ഞാനത് പരിശോധിച്ച് നോക്കും. എന്താണ് ഇതിനകത്ത്? എന്താണ് കർത്താവ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അകത്ത് എവിടെ എന്തെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ട്? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ്. ഒരു മനുഷ്യനും അറിയാൻ സാധിക്കില്ല. പല ജീവിതങ്ങളും, അതായത് കുടുംബ ജീവിതങ്ങൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും വിശ്വസ്തമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം, ഒരു കാലഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം അവരിവിടെ നിന്നൊക്കെ വിറ്റ് അവർക്ക് 2 മക്കൾ ജനിച്ചു, 3 മക്കൾ ജനിച്ചു. അവരൊക്കെ പ്രായമായി, ജോലിയായി, വലിയ നിലയിലൊക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടെ നിന്നൊക്കെ വിറ്റ് വേറെ സ്ഥലത്ത് പോയി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബനാഥ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ദോഷപ്രവൃത്തി ചെയ്യുന്ന ഒരാളായി. അതിനെക്കുറിച്ച് വലിയ അതിശയിച്ചു പോകാറുണ്ട്. ഞാൻ നേരിട്ട് അറിഞ്ഞത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സ്പഷ്ടമായിട്ട് എനിക്ക് അറിയാൻ കഴിയും. അപ്പോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സാഹചര്യത്തിലൊക്കെ പോകുമ്പോ ഇതൊന്നും അറിയാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് എന്തായിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയണമെങ്കിൽ സാഹചര്യം വരണം. സാഹചര്യം വരാതെ അവന് ഉള്ളിലിരുന്ന് പുറത്തിയാടില്ല. ഇനി ഒരു മനുഷ്യന്റെ ഹൃദയം ശരിയല്ല, എല്ലാവരുടെ ഹൃദയത്തിലും അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതങ്ങ് പോയാ മതി. പക്ഷേ പോകില്ല. കാര്യങ്ങൾ ഉണ്ട് താനും, പക്ഷെ പോവുകയില്ല. ഇതറിഞ്ഞാൽ പിന്നെ അവന്റെ വിശ്വാസയാത്ര മുമ്പോട്ട് കൊണ്ടുപോകില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് 40 വർഷം നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് ഇവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുഴുവൻ നടത്തി. അവസാനം ഇതിനകത്ത് എന്തൊക്കെ കണ്ടെത്തി? തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരാരുമില്ല. അവരെ അങ്ങനെ അങ്ങനെ തെറ്റും കുറ്റവും നോക്കാനിരിക്കുന്ന ആളാണെങ്കിൽ ഇത് ഒരൊറ്റയെണ്ണം രക്ഷപ്പെടും. നമ്മൾ ഒരൊറ്റയാളും രക്ഷപ്പെടും. പക്ഷെ കർത്താവിന് ഒരു നിർബന്ധമുണ്ട്. എന്നറിയാം, അവനുള്ള 5 കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിട്ടുപിരിയാത്തതായിട്ട് ഉണ്ടാകാൻ പാടില്ല. 5 കാര്യങ്ങൾ. അത് അവൻ വിട്ടുമാറിയില്ലെങ്കിൽ അവനെ കനാതെ ശ്രദ്ധിക്കില്ല. അവൻ കൊല്ലും. അതിന് മുമ്പ് മരുഭൂമിയിൽ അവൻ തള്ളിയിട്ട് കളയും. ഇതാ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് ഈ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോഴും നമ്മളോട് പറയുന്നറിയാം, ഇത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവർ 40 വർഷം എടുത്തെങ്കിൽ നമ്മളിവിടെ വിശ്വാസം വന്നതിന് ശേഷം ഇന്ന് നമ്മൾ ഹൃദയത്തിൽ ഇതിനകത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് ചാടിക്കും. ഏതാ 5 കാര്യങ്ങൾ? ആ 5 കാര്യങ്ങളാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ദുർമോഹം, പിന്നെ പരസംഗം, പിറുപിറുപ്പ്, ദൈവത്തെ പരീക്ഷിക്കുക, വിഗ്രഹാരാധന. വിട്ടുമാറാത്ത വിഗ്രഹമുണ്ടോ? വിട്ടുമാറാത്ത മോഹമുണ്ടോ? വിട്ടുമാറാത്ത പിറുപിറുപ്പുണ്ടോ? പിറുപിറുക്കത്തിനാരുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിറുപിറുക്കും. പക്ഷെ അത് അത് ശിക്ഷിച്ച് മാറ്റാൻ നോക്കും. ചിലർക്ക് അങ്ങനെയല്ല. ഇല്ല. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊതിക്ക് മതി വന്നില്ല. ഇറച്ചി വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. എന്നാലും മതിയാവണ്ടേ? ഇല്ല. അപ്പൊ ഈ 5 കാര്യങ്ങൾ വിട്ടുമാറില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അവിടെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളിയുക. അവിടെ മരുഭൂമിയിൽ വളമായി തീരുക. യോർദാൻ കിടക്കില്ല, കനാൻ ദേശത്ത് എത്തൂല്ല. ഇന്ന് എന്തിനാ ഈ വചനം നമ്മെ കേൾപ്പിച്ചെന്നറിയാം?
ഇത് നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് അവർക്ക് സംഭവിച്ചു. അവർക്ക് സംഭവിച്ചത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപിരിയാതെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീരുക. ഇവിടുന്ന് ഇത് പൂർത്തിയാക്കുമെന്ന്. കാരണം അതിലെത്തൂലാന്ന്. അപ്പൊ ആ വിഷയത്തിൽ ഗൗരവമുള്ള. അപ്പൊ അതിനുവേണ്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം. എന്റെ ഉള്ളിൽ എന്താ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇല്ല. മനുഷ്യനോട് അവന്റെ നിർവ്വഹണം ഇന്നതെന്ന് അറിയിക്കുന്നത് ദൈവമാണ്. മനുഷ്യനോടും അറിയില്ല. പത്രോസ് പറഞ്ഞ് ഞാൻ നിന്നെ തള്ളി പറയില്ല. ഞാൻ നിനക്കൂടെ മരിക്കാതിരിക്കാം. പിന്നെ നീ ഞാൻ നിന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒന്ന് കോഴി പോകണമെങ്കിൽ നീ എന്നെ 3 വട്ടം തള്ളി പറ. അത് ഉള്ളിലിരിക്കുന്നത് പത്രോസിനും അറിയില്ല. അവിടെയാണ് മനുഷ്യൻ തോറ്റു പോകുന്നത്. വിറച്ചു പോകുന്നത് അവിടെയാണ്. ദൈവമേ, 40 വർഷം കൊണ്ട് അവരിൽ നിന്നും നീ കണ്ടെത്തിയ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപിരിയാതെ എന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സഹായിക്കാൻ കഴിവുള്ളവർ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി അതായ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്ന പ്രകാരമാണ്. ചിലരുടെ പാപങ്ങൾ ക്രമേണ പുറത്തു അറിയില്ല. 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്, 30 വർഷം കഴിഞ്ഞു. എന്നിട്ടും വെളിപ്പെട്ടില്ല. ഏകദേശം അവിടെ കനാൻ ദേശത്ത് എത്തുന്നതിന് കുറച്ചു മുമ്പ് ഇളകി. പോരക്കും കൂട്ടർ ഇളകി. ദൈവത്തോടുള്ള മത്സരം. ഇത്രയും കാലം എവിടെ ഇരുന്ന് ഉള്ളിൽ ഇരിക്കുക. സമയമാകുമ്പോൾ ഇളകാൻ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നമുക്കൊന്നും ചെയ്യാനില്ലത്. ഒറ്റ കാര്യം മാത്രം. ദൈവമേ, നീ സകലതും അറിയാം. ഇത്രയെല്ലാം ചെയ്തത് നീയാണ്. ഇതിനകം ശരിയല്ലാന്ന് നീ ഞങ്ങൾക്കറിയാം. മനുഷ്യനുള്ളത് സ്വതവേ എന്തെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവിന് ദയ തോന്നിയാൽ ഞാൻ യോർദാൻ കടക്കും. ഇല്ല എങ്കിൽ ഞാൻ ഉൾപ്പെട്ടു പോകുന്നു. സംശയം വേണ്ട. സംശയം വേണ്ട. നമുക്ക് ഒറ്റ ആശ്രയം കർത്താവുമാണ്. കർത്താവെ, ഈ മരുപ്രയാണത്തിൽ വട്ടുപോകാൻ ഇസ്രായേൽ ജനത്തിൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ വട്ടുപോയത് വട്ടുപോകാതിരിക്കാൻ ഹൃദയത്തിലുള്ളതിനെ നീക്കിക്കളയുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിസ്തോത്രം. ഇത് 40 വർഷമൊന്നും കാത്തിരിക്കേണ്ട. നാളുകളൊന്നും കാത്തിരിക്കേണ്ട. ശരിയല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ നിന്നും സമയാസമയങ്ങളിൽ ഇളകി വരുന്നത് നമുക്കറിയാം. ദൈവത്തിനും ഭാഗം നമുക്കത് വയ്ക്കാം. ദൈവത്തിനും ഭാഗം വയ്ക്കാം. ഒറ്റ ലക്ഷ്യം മാത്രം. കർത്താവേ, യോർദാൻ കടക്കാം. യോർദാൻ കടക്കാം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എന്നിൽ ഉണ്ടെന്നും വിട്ടുമാറില്ല എന്നും ബോധ്യമായി കഴിഞ്ഞാൽ നീ എന്നെ കൈവിട്ട് കളയും. എനിക്കറിയാം. വചനമാണ്. എന്നാൽ ദൈവത്തിന് സകലതും കഴിയും. സകലതും കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുട്ടുമടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ, ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ഞങ്ങളിതാ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, കർത്താവിനെ അറിഞ്ഞ് കർത്താവ് വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഇത്രയും വർഷങ്ങളായി. എന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്, ഞങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായിരുന്നാലും ദൈവം മനുഷ്യനിലുള്ളത് സ്വതവേ എന്തെന്ന് അറിഞ്ഞ കർത്താവ് ഞങ്ങളിലും ദോഷമുണ്ട്. കർത്താവ് എന്നാൽ അത് നീക്കുവാൻ കർത്താവിനെ കഴിയൂ. കർത്താവിൽ ആശ്രയിക്കും. എല്ലാ ശാഠ്യവും മത്സരവും വെറുവെറുപ്പും വിഗ്രഹാരാധനയും ദുർമോഹവും എല്ലാം വിട്ട് ദൈവമേ, ഒരു പുതിയ ഹൃദയത്തോടെ കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഹൃദയത്തോടെ കർത്താവിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് എന്റെ കർത്താവ് കൃപ കരുണ തോന്നുന്നു. ഹാലലുയ. പ്രാർത്ഥിക്കാം.